ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദമടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നിലപാട് അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. രാജീവ് ചന്ദ്രശേഖർ രാവിലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് താൻ എമ്പുരാൻ സിനിമ കാണില്ല എന്ന കാര്യമാണ്. കാരണം നേരത്തെ എമ്പുരാൻ സിനിമയെ പുകഴ്ത്തി നിലപാടെടുത്തയാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ നിലപാടെടുത്തതിൻ്റെ കാരണമായി പറയുന്നത് സിനിമയുടെ പ്രമേയം അത് തെറ്റായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്, അതുകൊണ്ട് താൻ നിരാശനാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ താൻ കണ്ടിരുന്നു, തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ ഈ സിനിമ കാണില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇതാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തേക്കുന്ന നിലപാട്. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഉടൻ തന്നെ എത്തിച്ചേരാം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. എമ്പുരാൻ സിനിമ വലിയ വിവാദങ്ങൾ നരേന്ദ്രമോദിജി സർക്കാരിന്റെ ഒരു ചിത്രത്തിന്റെ നിയമമാണ്, ഒരു ബില്ലാണ്. ബുധനാഴ്ചയോടുകൂടി പ്രദർശനം. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. ജനങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ആരെങ്കിലും ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ മാതിരി പ്രിയങ്ക ഗാന്ധിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എല്ലാവരും ഈ ബില്ലിനെ അഭ്യർത്ഥിച്ച് ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നമ്മത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്ന് ഒരു സിഗ്നൽ, ഒരു മെസ്സേജ് മുമ്പോട്ട് വെക്കണം. നമ്മളെല്ലാവരും ഒരു കടമയാണത്. കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും പരിഹരിക്കാനും രാഷ്ട്രീയത്തിൽ ആരാണെങ്കിലും, വലുതാണെങ്കിലും ചെറുതാണോ, ഡൈനസ്റ്റിയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, ഏത് മതത്തിൽ നിന്ന് വന്ന MP ആണോ, അവരെല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരു റെസ്പെക്ട്ഫുള്ളി അഭ്യർത്ഥിക്കുന്നു. വേറൊന്നുമില്ല. ഒരു കാര്യം പറയൂ. കാരണം എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ. നേരത്തെ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അതിന് സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു. അല്ല, ഇതില് ഈ രണ്ട് ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണോ? ലൈവ് പോയി അത് പോയി. പറയൂ, ഇനി പറയും. എമ്പുരാൻ സിനിമയെ കുറിച്ച് ഇന്ന് രാവിലെ അങ്ങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. കാരണം സിനിമ താൻ കാണില്ല എന്നുള്ളത്. അത് ഒരു BJP പുറത്തിറക്കുള്ള ഒരു സന്ദേശമാണോ സിനിമ കാണാതിരിക്കാൻ? അല്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിനൊരു സീക്വലാണ്, അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിനെ നന്നായി എനിക്കറിയാം. ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, ഞാനല്ലല്ലോ പറഞ്ഞത് ചെയ്യാൻ. ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന്. അവർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ഫാൻസ് ആണോ, ജനങ്ങൾ കണ്ട ജനങ്ങളാണോ, അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, MG രമേശ് ജി പിന്നെയും പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു, സിനിമയായിട്ട് കാണണം. സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും. അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല. അത് എൻ്റെ പേഴ്സണൽ വ്യൂ. കാണുന്ന ആൾക്കാർക്ക് കാണണം. അത് ഞാൻ കാണാൻ പോകുന്നില്ല. മോഹൻലാൽ ആരാധകരും അതോടൊപ്പം പ്രേക്ഷകരും അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ തർക്കിക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു, മതി, കഴിഞ്ഞു. വേറെ എന്തെങ്കിലോ KCBCയുടെ ആവശ്യത്തോട് കേരളത്തിലെ MP-മാർ അനുകൂലമായി പ്രതികരിക്കുമെന്ന് BJP കരുതുന്നുണ്ടോ? അല്ല, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മുൻമന്ത്രികൾ ജനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. KCBC ഇന്നലെ അവര് പ്രസ് റിലീസ് ഇറക്കുന്നു, അവര് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു.
വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇതല്ല ശരിക്ക് ചെയ്യേണ്ട അവരുടെ ഒരു കടുമ. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ MP-മാരുടെ ഒരു ഡ്യൂട്ടി. അതാണ് KCBC പറയുന്നത്, അതാണ് ഞങ്ങളും പറയുന്നത്, അത് ഞങ്ങൾ റിയേറ്ററേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കോൺഗ്രസിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നു. നോക്ക്, ഞാൻ ഇന്ന് പറഞ്ഞു ഇതില് ഈ വഖഫ് ബില്ലിനെ ഒരു അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രിസ്മിൽ കൂടെ നോക്കരുത് എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങൾ എല്ലാവരുടെയും മുൻപത്തെ ജനങ്ങളും അതാണ് പറയുന്നത്. ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അൾട്രാ വൈറസ് ഒരു ലോ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷനെ അലൈൻ ചെയ്യണ്ടേ? അത് 10, 20, 30 കൊല്ലമായിട്ട് അത് അൾട്രാ വൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ന് നമ്മളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ജനങ്ങൾ സഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു MP ആവുമ്പോഴോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോഴോ ഒരു പ്രവർത്തകരാകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു എററോ ആ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് മാറ്റണം. അതല്ലേ അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിനെ ഒരു മതം എൻ്റെ എഗെയിൻസ്റ്റായി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത്. അതിനെ ഈ അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രിസം കൂടെ നോക്കരുത്. ഇത് റിയൽ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. മുനമ്പത്തിൽ ഇപ്പം ഇത് ഞങ്ങളുടെ പ്രവർത്തകരൊന്നും അല്ലല്ലോ. അതൊരു റിയൽ ഇഷ്യൂ ആണ്. ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതാണ് KCBC പ്രസ് റിലീസ് പറയുന്നത്. അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ താങ്കൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായിട്ട് പത്രസമ്മേളനം നടത്തുകയാണ്. കേരളത്തിലെ ഡൽഹിയിൽ നടത്തണം. BJPക്ക് കേരളത്തിലെ അജണ്ട എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്? അത് ഞാൻ അന്ന് പറഞ്ഞത് കേട്ടില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അജണ്ട ഭയങ്കര ക്ലിയർ ആണ്. ഒരു വികസിത് ഭാരതം ഉണ്ടാക്കുമ്പോൾ ഒരു വികസിത് കേരളം ഉണ്ടാവണം. ഇന്ന് വരെ ഒരു 70 കൊല്ലം 72 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ്, നമ്മുടെ നാടിന് റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ആശാ വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, KSRT വർക്കേഴ്സിന് കൊടുക്കാനുള്ള കാശില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാശില്ല, കടലാക്രമണത്തിന് തീരദേശത്തിൽ അവിടെ സീ വോൾസ് ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് കാശില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലോ അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ യൂത്ത് കേരളം വിട്ടിട്ട് പുറത്തു പോകുന്നു, നാട് വിട്ട് പുറത്തു പോകുന്നു, രാജ്യം വിട്ട് പുറത്തു പോകുന്നു. അതെല്ലാം നമുക്ക് മാറ്റണ്ടേ? ഞങ്ങളുടെ ഒരേ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ കേരളയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, കേരളീയനെ ഒരു വികസിത കേരളമാക്കണം. അതിന് ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങളുടെ എജൻഡ പുട്ട് ഫോർവേഡ് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കും. അത് ഞാനല്ലല്ലോ. എൻ്റെ ഒരു ലെവല് ഇങ്ങനെ ഒരു അല്ലല്ലേ. എൻ്റെ അഭിപ്രായം ഇതാണ്: സിനിമയെ സിനിമയായിട്ട് കാണണം, സിനിമയെ ചരിത്രമായിട്ട് കാണരുത്. ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനുള്ള ഒരു ഫീൽഡാണല്ലോ, മേഖലയാണല്ലോ സിനിമ. അത് മീഡിയ അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ അങ്ങനെയാണ്. അപ്പോൾ സിനിമാ കഥയിൽ ആരെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്ത് എന്തെങ്കിലും മുമ്പോട്ട് വെച്ച എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ഡൂം ടു ഫെയിൽ ആണ്. ജനങ്ങൾ അതിന് റിജക്റ്റ് ചെയ്യും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോഴും നിങ്ങൾ അത് ഞാൻ പെടാൻ പോകുന്നില്ല. അത് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്തോളൂ ഡിബേറ്റ്. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിൽ ഒരു റെസ്പോൺസ് കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളിങ്ങനെ ചോദിച്ചു കൊടുത്തത് ഞാൻ പറഞ്ഞത് എൻ്റെ കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് കാണണം. സിനിമേനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാനങ്ങനെ പോകണ്ടെന്ന് പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനിത് ലൂസിഫറിൻ്റെ ഒരു സീക്വലായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാണ്, പോയി കാണണം. മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റുന്നുണ്ട്. 617 കട്ട്സും റീസെൻസർഷിപ്പിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറാണ് മാധ്യമങ്ങളെ ഡൽഹിയിൽ കണ്ടത്, തന്റെ നിലപാടുകൾ അറിയിക്കുന്നത്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. സിനിമയിൽ താൻ മോഹൻലാലിന്റെ ഒരു ഫാനാണ്, അതുകൊണ്ടാണ് ആദ്യം സിനിമ കാണും
എന്ന നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുന്നു. തങ്ങൾ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സിനിമയിൽ പുതിയ കട്ട് കൊണ്ടുവരുന്നത്, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് തങ്ങൾ പറഞ്ഞിട്ടല്ല, സിനിമ കാണില്ല എന്നത് വ്യക്തിപരമാണ്, സിനിമയെ സിനിമയായി കാണണം എന്നത് തന്നെയാണ് പൊതു കാഴ്ചപ്പാട് എന്നതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. BJPയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഇതുവരെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല കേരളത്തിൽ പൂർണ്ണാർത്ഥത്തിൽ. ഇപ്പോഴാണ് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സിനിമയുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് BJP ആരോടും പറഞ്ഞിട്ടില്ല, സിനിമയെ സിനിമയായി കാണണം, കേരളത്തിൽ മാറ്റം കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യം. എമ്പുരാൻ വിവാദത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചത്.